അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂൽ റബ്ബിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനമുള്ള സഹോദരങ്ങളെ, ശുദ്ധമായ റമളാൻ 3 ലോകത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും ഓർത്തു വെക്കുന്ന ഒരു ദിവസമാണ്. പൂമുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപുത്രി രൂപത്തിലും ഭാവത്തിലും നടത്തത്തിലും ശൈലികളിലും ഹബീബുമായി ഏറ്റവും കൂടുതൽ സാമ്യമുണ്ടായിരുന്നത് അവിടുത്തെ പ്രിയപ്പെട്ട മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്കാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, ആ ഉമ്മ വിട പറഞ്ഞ ദിവസമാണ് ഇന്ന്. ലോകത്ത് സ്ത്രീകളിൽ ഏറ്റവും ഭാഗ്യമുള്ള, സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, അവർ വലിയ ഭാഗ്യമുള്ള ഒരു സഹോദരിയാണ്, നമ്മുടെ ഉമ്മയാണ്. ഒന്നാമതായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുന്നാര മോളാകാനുള്ള ഭാഗ്യം. മറ്റൊന്ന്, അവിടുത്തെ നിർണായകമായ ഘട്ടത്തിൽ എല്ലാ അർത്ഥത്തിലും അവിടുത്തെ സഹായിച്ച പ്രിയപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹയുടെ മകളാണ് അവിടുന്ന്. അതോടൊപ്പം തറാഹും റുക്അൻ സുജ്ജദൻ എന്നൊക്കെ വിശുദ്ധമായ ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട അലിയാർ തങ്ങൾ റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അന മദീനത്തുൽ അൽമി വ അലിയുൻ ബാബുഹാ, ഞാൻ അറിവിൻ്റെ പട്ടണമാണ്, ആ പട്ടണത്തിലേക്കുള്ള വാതിലാണ് അലിയാർ തങ്ങൾ എന്ന് പറഞ്ഞ് അവിടുത്തെ അറിവിന് വലിയ സർട്ടിഫിക്കറ്റ് കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ അലിയാർ തങ്ങളുടെ ഭാര്യയാവാനുള്ള വലിയ ഭാഗ്യം ലഭിച്ച മഹതിയാണവർ. പട്ടിണിയിലും പ്രയാസങ്ങളിലൂടെയും കടന്നുപോയപ്പോഴും ഭർത്താവിനോട് പ്രയാസങ്ങൾ എണ്ണി പറഞ്ഞ് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളാണ് എന്ന് പറഞ്ഞ് പ്രയാസപ്പെടുത്താതെ പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ വേണ്ടി അരറൊട്ടി 2-3 ദിവസം ഭക്ഷണം കഴിച്ചിട്ട് കിട്ടിയ അരറൊട്ടി മറ്റുള്ളവർക്ക് വിതരണം ചെയ്ത് പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി മുമ്പിൽ നിന്ന മാതൃകായോഗ്യയായ പ്രിയപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തോടുള്ള സ്നേഹം ഒരു ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കണ്ണുകൾ കലങ്ങിയിരിക്കുകയാണ്, കരഞ്ഞതിൻ്റെ അടയാളം. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മോളെ കാണാൻ ചെന്നതാണ് പ്രിയപ്പെട്ട പിതാവ്. അവിടുന്ന് ചോദിച്ചു, മോളെ അലിയാർ നിന്നെ വേദനിപ്പിച്ചോ മോളെ എന്ന് ചോദിച്ചപ്പോൾ പ്രിയപ്പെട്ട മകൾ പറഞ്ഞു, അതേ ഉപ്പ, അലിയാർ തങ്ങൾ എന്നെ വേദനിപ്പിച്ചിരിക്കുകയാണ്. എന്ത് പറഞ്ഞാണ് വേദനിപ്പിച്ചത്? സാധാരണക്കാർക്കിടയിൽ ഉണ്ടാകുന്ന അടിയും പിടിയും ബഹളവും കുത്തുവാക്ക് പറയലുമല്ല, എന്തു പറഞ്ഞാണ് വേദനിപ്പിച്ചത്? അലിയാർ തങ്ങൾ പറയാണ്, ഉപ്പ, അങ്ങേക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അലിയാർ തങ്ങളോടാണ്, എന്നെക്കാളും ഇഷ്ടം അലിയാർ തങ്ങളോടാണെന്ന്. ഇത് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, തങ്ങളെ കേട്ടില്ലേ നിങ്ങൾ പറയുന്നത്? അങ്ങേക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നോടല്ലേ? അതൊന്ന് നിങ്ങൾ ഫാത്തിമക്കൊന്ന് പറഞ്ഞു കൊടുക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഉപ്പ, അങ്ങേക്ക് എന്നോടല്ല ഏറ്റവും കൂടുതൽ ഇഷ്ടം, അതൊന്ന് അലിയാർ തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കൂ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രണ്ടുപേരും വിചാരിച്ചു എന്നോടായിരിക്കും ഇപ്പോൾ പറയുക. കാരണം ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ അന മദീനത്തുൽ ഇൽമി അലിയും ബാബുഹ എന്ന് പറഞ്ഞ അറിവിൻ്റെ ആ അപാരമായ സർട്ടിഫിക്കറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തിട്ടുള്ള ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു ഭാഗത്ത്, ഫാത്തിമത്തു ഖത്അതു കബ്ദി വമൻ അഹബ്ബഹാ അഹബ്ബനി വമൻ അബോലഹാ അബോലനി എന്ന് പറഞ്ഞ് ഫാത്തിമ മോൾ എൻ്റെ കരളിൻ്റെ കഷ്ണമാണെന്ന് പറഞ്ഞ പ്രിയപ്പെട്ട ഫാത്തിമ മോൾ ഒരു ഭാഗത്ത്. ആരോടായിരിക്കും സ്നേഹം പറയുക? രണ്ടുപേരും പ്രതീക്ഷയിലാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട പൂമുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, സ്വഹാബത്ത് എന്ത് വിചാരിച്ചാലും, എൻ്റെ ഭാര്യമാരെന്ത് വിചാരിച്ചാലും, എൻ്റെ പ്രിയപ്പെട്ടവരെന്തൊക്കെ വിചാരിച്ചാലും, ഈ ലോകത്ത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ മകൾ ഫാത്തിമയാണെന്ന് പ്രഖ്യാപിച്ച ആ ഉപ്പാൻ്റെ മകളാവാൻ വല്ലാത്ത ഭാഗ്യം ലഭിച്ചിട്ടുള്ള അവിടുത്തെ പ്രിയപ്പെട്ട പുന്നാര മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ജീവിതത്തിൽ വല്ലാതെ സൂക്ഷ്മതയിൽ ജീവിച്ച്
മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് എല്ലാ തരത്തിലും മാതൃകയായ പുന്നാര മഹദിയാണവർ. അവിടുന്ന് വിട പറഞ്ഞ ദിവസമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പര ഹുസൈനികളുമാണ്. ഒന്നുകിൽ ഹസനി ആയിരിക്കും, അല്ലെങ്കിൽ ഹുസൈനി ആയിരിക്കും. ആ പരമ്പര ചെന്നുമുട്ടുന്നത് ആ വല്ലാത്ത ഭാഗ്യം ലഭിച്ച ഉമ്മയിലേക്കാണ്. ഹസൻ തങ്ങളും ഹുസൈൻ തങ്ങളും അവരുടെ പരമ്പരയിലൂടെ അലി സൈനുൽ ആബിദീൻ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് ബാഖിർ റളിയല്ലാഹു അൻഹു, ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു, മൂസൽ കാലിം റളിയല്ലാഹു അൻഹു, അങ്ങനെ പോകുന്ന ആ പരമ്പര ചെന്നുമുട്ടുന്നത് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയിലേക്കാണ്. അത്രയും വലിയ ഭാഗ്യം ലഭിച്ച ആ പ്രിയപ്പെട്ട ഉമ്മ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ ദിവസമാണ്. ഈ ദിവസത്തിൽ അവരെ നന്നായി അനുസ്മരിക്കുകയും അവർക്ക് വേണ്ടി നല്ലൊരു ഹദിയ ഇന്ന് തന്നെ നമുക്ക് കൊടുക്കുകയും വേണം. ഇൻഷാ അല്ലാഹ് എല്ലാവരും 3 യാസീൻ മഹദിയുടെ പേരിൽ ഓതണം. അവിടുത്തെ സ്വപ്നം കാണാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ഒരു ദിവസം സാധാരണ പോലെ പുറത്ത് പോയി വീട്ടിലേക്ക് വരുന്നത് ആ ഒരു സമയത്ത് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നൊരു സംഭവമാണിത്. അവർ വീട്ടിൽ പ്രവേശിക്കുന്ന സമയത്ത് അലിയാർ തങ്ങൾ സാധാരണത്തേതുപോലെ വീട്ടിലേക്ക് വന്നപ്പോൾ ബഹുമാനപ്പെട്ട അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ വളരെ തിടുക്കത്തിൽ വീട്ടിലെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മക്കളായ ഹസൻ റളിയല്ലാഹു ഹുസൈൻ റളിയല്ലാഹുവിനൊക്കെ കുളിപ്പിച്ച് തല തോർത്തി അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് ഭക്ഷണം ഉണ്ടാക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സാധാരണ ഭർത്താവ് വന്നാൽ എത്രയും വേഗം പരിഗണിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ അന്ന് ഭർത്താവ് വന്നിട്ട് ഭർത്താവിനെ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല. എന്താണ് പ്രിയപ്പെട്ട ഫാത്തിമ, ഞാൻ വന്നിട്ടും നീ എന്നെ എന്താണ് മൈൻഡ് ചെയ്യാത്തത്? ആദ്യമായിട്ടാണല്ലോ ഇങ്ങനൊരു അനുഭവം എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അവിടുത്തെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയുകയാണ്, ഞാനൊരു വിരുന്ന് പോവുകയാണ്, ഞാനൊരു യാത്ര പോവുകയാണ്, ആ യാത്രക്കുള്ള ഒരുക്കമാണ് ഞാൻ. എന്തേന്ന് ചോദിച്ചപ്പോൾ ആ യാത്ര ഒരു നീണ്ട യാത്രയാണ്, ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത യാത്രയാണ്. നിങ്ങളെയും നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ഒന്നും കൂട്ടാൻ കഴിയാത്ത യാത്രയാണത്. ആ യാത്രയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അലിയാർ തങ്ങൾ റളിയല്ലാഹു അൻഹു അവരുടെ ഉള്ളു പിടയാൻ തുടങ്ങി. അവിടുത്തെ ഒരു വല്ലാത്ത ഒരു എന്താണ് വിശദീകരിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരവസ്ഥയിലേക്ക് ബഹുമാനപ്പെട്ടവർ പെട്ടെന്ന് നെഞ്ചത്തൊരു അടി കിട്ടിയതുപോലെ, ഇടിവെട്ടേറ്റതുപോലെയുള്ള ഒരു പ്രത്യേകമായ അവസ്ഥയിൽ, എന്താണ് ഫാത്തിമ നീ പറയുന്നത്? ആരാണ് നിന്നോട് ഇതൊക്കെ പറഞ്ഞത്? കണ്ണു നിറഞ്ഞുകൊണ്ട് ചോദിച്ചപ്പോൾ പ്രിയപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പാനെ കണ്ടു. ഉപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കാലമായില്ലേ, കാണാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്, ഞാൻ നിന്നെ കാത്തിരിക്കുകയാണ് മോളെ എന്നെൻ്റെ പ്രിയപ്പെട്ട ഉപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുകയാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തിൻ്റെ ആ അവസാന ഘട്ടത്തിൽ വല്ലാതെ എല്ലാവരും പ്രയാസപ്പെട്ടിരിക്കുന്ന അവിടുത്തെ ആ ഒരു വിയോഗത്തിൻ്റെ വേളയിൽ എല്ലാവരും പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹ വല്ലാതെ സങ്കടപ്പെട്ട സമയത്ത് എല്ലാവരും സങ്കടപ്പെടുകയാണ്, കൂട്ടത്തിൽ ഫാത്തിമ ബീവിയും സങ്കടപ്പെടുകയാണ്. ആ സമയത്ത് തനിക്കെല്ലാം തണലായിരുന്ന, മുഴുവൻ സമയം കൂട്ടായിരുന്ന ഫാത്തിമ മോൾ വരുന്ന സമയത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ എഴുന്നേറ്റ് ചെന്ന് മുന്നോട്ട് ചെന്ന് അവിടുത്തെ നെറ്റിയിൽ ചുംബിച്ച്, കൈകളിൽ ചുംബിച്ച് സ്വീകരിക്കുമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ഒരു കാലഘട്ടത്തിൽ ആ നാട്ടിലെ അറേബ്യൻ സംസ്കാരത്തിൽ പെൺകുട്ടിയുണ്ടായാൽ കുഴിച്ചു മൂടിയിരുന്ന, പെൺകുട്ടികളെ പുറത്തേക്ക് കൊണ്ടുപോകാൻ മടിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ പല രാജ്യങ്ങളിലെയും രാജാക്കന്മാർ ഡിപ്ലോമാറ്റിക് ഡിസ്കഷന് വേണ്ടി, നയതന്ത്ര ചർച്ചയ്ക്ക് വേണ്ടി കടന്നു വരുന്ന സമയത്ത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മടിയിലിരുന്നു കൊണ്ട് ഫാത്തിമ മോൾ ഹബീബായ തങ്ങൾ, അതായത് അവരുടെ ഉപ്പാന്റെ താടിയിലൊക്കെ പിടിച്ചിങ്ങനെ കളിക്കുമായിരുന്നു. ചെറിയ ഫാത്തിമ മോളായിരുന്ന സമയത്ത് ആ ഫാത്തിമ മോളെ മടിയിലിരുത്തി കളിപ്പിച്ചുകൊണ്ട് ഹബീബായ തങ്ങൾ ലോകത്തിനൊരു വലിയ സന്ദേശം പഠിപ്പിക്കുകയായിരുന്നു. പെൺകുട്ടികളെ ആദരിക്കാനുള്ളതാണ്, പെൺകുട്ടികളെ കുഴിച്ചുമൂടാനുള്ളതല്ല. നയതന്ത്ര ചർച്ച, രാജ്യാന്തര ചർച്ചകൾക്കിടയിൽ പ്രിയപ്പെട്ട മകളെ മടിയിലിരുത്തി ലോകത്തിന് സ്ത്രീത്വത്തിൻ്റെ വല്ലാത്ത ആ ഒരു പദവി പഠിപ്പിച്ച നേതാവ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ ചെറുപ്പത്തിൽ തുടങ്ങിയ വല്ലാത്ത ലാളനയാണ് പ്രിയപ്പെട്ട ഉപ്പ വിട പറയുന്ന സമയത്ത് വല്ലാത്ത സങ്കടത്തിലിരിക്കുന്ന ഫാത്തിമ മോൾ. ആ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്തേക്ക് വിളിച്ചു. ഫാത്തിമ ബീവിയുടെ സങ്കടം കണ്ടപ്പോൾ
അടുത്തേക്ക് വിളിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഉപ്പ പറഞ്ഞു, മോളെ നീ ഒരുപാട് വിഷമിക്കണ്ട, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം എന്നിലേക്ക് വരുന്നത് നീയായിരിക്കും. ആ ഒരു വാർത്ത കേട്ടപ്പോൾ ഫാത്തിമ ബീവി അന്നു മുതൽ കാത്തിരിക്കുന്നതാണ് ഹബീബായ തങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പാൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി. ആ ഒരു വാർത്ത, ഞാൻ എൻ്റെ ഉപ്പാനെ കണ്ടിട്ടുണ്ട്, ഉപ്പ എന്നെ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ആ വാർത്ത കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട അലിയാർ തങ്ങൾ വല്ലാതെ പൊട്ടിക്കരഞ്ഞു പോയി. എനിക്കെല്ലാ അർത്ഥത്തിലും താങ്ങും തണലുമായിരുന്ന പ്രിയപ്പെട്ട ഭാര്യ, എൻ്റെ ഹബീബിൻ്റെ എന്നെ നന്നാക്കിയ, എന്നെ ഞാനാക്കി മാറ്റിയ, എനിക്കറിവിൻ്റെ കവാടങ്ങളൊക്കെ തുറന്നു തന്ന പ്രിയപ്പെട്ട നേതാവിൻ്റെ പ്രിയപ്പെട്ട മകൾ എന്നെ വിട പറഞ്ഞു പോവുകയാണ്. ഹബീബിൻ്റെ പേരക്കുട്ടികൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും അവരുടെ പ്രിയപ്പെട്ട ഉമ്മ എന്നെ വിട്ടു പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ചരിത്രം നമ്മൾ കേട്ടവരാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആകെ മങ്ങിപ്പോയത് നമ്മൾ കേട്ടതാണ്. ആ സമയത്ത് സ്വഹാബാക്കൾക്കിടയിൽ അല്പമെങ്കിലും ആശ്വാസം ലഭിച്ചത് ബഹുമാനപ്പെട്ട അലിയാർ തങ്ങൾക്കാണ്. എന്താണ് കാരണം? അവർ പറഞ്ഞു, ഹബീബായ തങ്ങൾ വിട പറഞ്ഞു, വല്ലാത്ത വിഷമമുണ്ട്, പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കാണുമ്പോൾ ഹബീബിൻ്റെ രൂപമാണ് എൻ്റെ ഭാര്യയ്ക്ക്, ഹബീബിൻ്റെ മകൾക്ക് ഹബീബിൻ്റെ രൂപമാണ്, ഹബീബിൻ്റെ നടത്തമാണ്. ചില ആളുകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ നടന്നു വരുന്നത് കാണുമ്പോൾ ഞാൻ നിങ്ങൾ ഹബീബാണെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞ ചരിത്രത്തിൽ കാണാം. അങ്ങനെ വല്ലാത്ത ആശ്വാസം കൊണ്ടിരുന്ന പ്രിയപ്പെട്ട പ്രിയതമ വിട്ടുപിരിഞ്ഞു പോകുന്നതിൻ്റെ വല്ലാത്ത സങ്കടത്തിൽ ബഹുമാനപ്പെട്ട അലിയാർ തങ്ങൾ, എന്തായാലും എല്ലാവരും പിരിയും, എന്നാലും ഇത്ര നേരത്തെ പിരിയുമെന്നൊരിക്കലും വിചാരിച്ചില്ലെന്ന് അലിയാർ തങ്ങൾ സങ്കടത്തോടെ പറയുകയാണ്. ഏതായാലും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മക്കളെയൊക്കെ വിളിച്ച് മടിയിലിരുത്തി മക്കളുടെ മുഖത്ത് നോക്കി സംസാരിച്ചു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ യാത്ര പറയുകയാണ്. ഈ മക്കള്, ഞാൻ പോയി കഴിഞ്ഞാൽ ഈ മക്കളെ ആരാണ് കുളിപ്പിക്കുക, ആരാണ് ഭക്ഷണം കൊടുക്കുക? ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ഇതിന് അവസാനമായി മക്കളെ നല്ല രീതിയിൽ ആ സ്നേഹം കൊടുക്കുന്നത് കണ്ടപ്പോൾ അലിയാർ തങ്ങൾക്ക് ഖൽബ് ഇങ്ങനെ വല്ലാതെ പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ യാത്ര പോകാൻ ഒരുങ്ങി. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഏതായാലും യാത്ര പോകാൻ തീരുമാനിച്ചു, യാത്ര പോവുകയാണ് എന്നുള്ള ആ രീതിയിൽ തീരുമാനമെടുത്തത് കണ്ടപ്പോൾ, അവിടുത്തെ വഫാത്ത് ആസന്നമാണെന്ന് കണ്ടപ്പോൾ അലിയാർ തങ്ങൾ നനഞ്ഞ് കുതിർന്ന കണ്ണുകളോടെ തൻ്റെ പ്രിയപ്പെട്ട നേതാവിൻ്റെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഫാത്തിമ, നീ ഏതായാലും പോവുകയാണ്, നാളെ നീ നിൻ്റെ ഉപ്പയെ കണ്ടുമുട്ടുമ്പോൾ എനിക്കും തങ്ങളടുത്തേക്ക് എത്രയും പെട്ടെന്ന് വരാൻ ആഗ്രഹമുണ്ടെന്ന് തങ്ങളോട് നീ പറയണം. ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകളായ നിന്നെ എൻ്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും വന്നുപോയിട്ടുണ്ടെങ്കിൽ, പെരുമാറ്റത്തിൽ അതപകേട് വന്നുപോയിട്ടുണ്ടെങ്കിൽ ഉപ്പാൻ്റെ അടുത്ത് പോയി എന്നെക്കുറിച്ച് പരാതി പറയരുത്. എൻ്റെ പ്രിയപ്പെട്ട ഫാത്തിമ, നിൻ്റെ മഹത്വം പൂർണ്ണമായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല, എനിക്കെല്ലാം പൊരുത്തപ്പെട്ടു തരണം. നാളെ മഹ്ശറയിൽ ചെല്ലുന്ന സമയത്ത് ഈ പാവത്തെയും പരിഗണിക്കാൻ വേണ്ടി മുത്തുനബിയോട് നീ ഒന്ന് പറയണമെന്ന് ബഹുമാനപ്പെട്ട അലിയാർ തങ്ങൾ. ആരാണ് ഈ പറയുന്നത്? എൻ്റെ പ്രിയമുള്ളവരെ, അലിയാർ തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ ഹബീബായ തങ്ങളുടെ പ്രിയപ്പെട്ട മകളോട് പറയുകയാണ്. ആ സമയത്ത് താങ്ങാൻ കഴിയാതെ പ്രിയപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹ തിരിച്ചു പറഞ്ഞു, ഓ പ്രിയപ്പെട്ട ഭർത്താവേ, എനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ കഫൻ ചെയ്യുന്നത് നിങ്ങളായിരിക്കണം. മറമാടുന്നതിന് എൻ്റെ ശരീരം, ബഹുമാനപ്പെട്ട മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞത് നമുക്കൊക്കെ അറിയാം. പകലാണ് മരിക്കുന്നതെങ്കിൽ ഇരുട്ട് ആയതിനു ശേഷം വേണം എന്നെ ഖബറിലേക്ക് വെക്കാൻ. കാരണം എൻ്റെ ശരീരത്തിൻ്റെ വണ്ണവും വലിപ്പവും മയ്യത്താണെങ്കിലും ആരും കാണാൻ പാടില്ല എന്ന് അവിടുന്ന് മഹദി വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. അതേപോലെ തന്നെ രാത്രിയാണ് ഞാൻ മരണപ്പെടുന്നതെങ്കിൽ രാവിലെ വെളിച്ചം വീഴുന്നതിന് മുമ്പ് തന്നെ എന്നെ ഖബറിലേക്ക് വെക്കണം. അത് അത്ര ആഗ്രഹിച്ചിരുന്ന മഹദി പറഞ്ഞു, ഞാൻ മരിച്ചാൽ എന്നെ കഫൻ ചെയ്യുന്നത് നിങ്ങൾ തന്നെയായിരിക്കണം. മക്കളെ നിങ്ങൾ നന്നായി നോക്കണം. എൻ്റെ മക്കൾ യതീമാകും. മറ്റു യതീം കുട്ടികളെ നിങ്ങൾ എവിടെ കണ്ടാലും പ്രത്യേകമായിട്ട് നിങ്ങളവരെ പരിഗണിക്കണം. ഹബീബായ തങ്ങളുടെ പേരക്കുട്ടികളായ നമ്മുടെ മക്കളെ ഒരിക്കലും നിങ്ങൾ പ്രയാസപ്പെടുത്തരുത്, തല്ലരുത്, ഉപദ്രവിക്കരുത്. സ്നേഹത്തിൻ്റെ ഒരു ഉമ്മയുടെ സംഭാഷണമാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ അവസാനമായി യാത്ര പറയുകയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വല്ലാതെ പ്രയാസപ്പെട്ടിരിക്കുന്ന ആ സമയത്ത് മക്കളെയും എല്ലാവരും ഉണ്ട്. അങ്ങനെ അവസാനമായി ആ സമയത്ത്
ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ എല്ലാവരോടുമായി പറഞ്ഞു, ഇനി ആരും റൂമിലേക്ക് വരരുത്, ദിക്ർ ചൊല്ലി സ്വലാത്ത് ചൊല്ലി കിടക്കുകയാണ് ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹ. അവിടുത്തെ പ്രിയപ്പെട്ട ഉപ്പ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപയോഗിച്ച് സുഗന്ധം പുരട്ടി ഒരു തുണി കൊണ്ട് മുഖമൊക്കെ മറച്ചിങ്ങനെ കണ്ണടച്ച് കിടന്ന് അങ്ങനെ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹ അവർ ഈ ലോകത്തോട് വിട പറയുകയാണ്. അലിയാർ തങ്ങളുടെ നെഞ്ചു പിളർന്നു പോകുന്ന ഒരു വല്ലാത്ത ഒരു ഘട്ടമാണത്. ഏതായാലും പ്രിയപ്പെട്ടവരെ, അങ്ങനെ വിട പറഞ്ഞു പോയ ആ ഫാത്തിമ റളിയല്ലാഹു അൻഹ, അലിയാർ തങ്ങൾ അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ജീവിതകാലത്ത് ഫാത്തിമ സ്വർഗത്തിൽ നിങ്ങളുടെ ഭാര്യയായിരിക്കുമെന്ന് അലിയാർ തങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പ്രിയപ്പെട്ട ഉമ്മ നമ്മളെ വിട പറഞ്ഞു പോയ ദിവസമാണ് പ്രിയമുള്ളവരെ. ഇന്ന് അവിടുത്തെ പൊരുത്തം നമുക്ക് കിട്ടണം. ഫാത്തിമ ബീവിയെ സ്വപ്നം കണ്ട ആളുകളൊക്കെ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു പണ്ഡിതൻ, ഒരു ഉസ്താദ് മാഷാ അല്ലാഹ് ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ സ്വപ്നം കണ്ടത് എനിക്കറിയാം. സഹോദരിമാരുടെ കൂട്ടത്തിൽ കണ്ടവരുണ്ട്. അൽഹംദുലില്ലാഹ്, ശഅബാൻ മാസത്തിൽ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു സഹോദരി ഫാത്തിമ ബീവിയെ കണ്ടിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും ആ ഉമ്മയെ കാണണം, അവിടുത്തെ പൊരുത്തം വാങ്ങണം. കാരണം അവിടുത്തെ മനസ്സിൽ നമുക്കൊരു സ്ഥാനം എങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ അവരോട് നമുക്ക് പറയാം, അവരെ ഒന്ന് സ്വപ്നത്തിൽ കണ്ടാൽ നമുക്ക് അവരോട് പറയാം, പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങൾ നിങ്ങളുടെ ഉപ്പാനോടൊന്ന് പറയണം. നിങ്ങൾ പറഞ്ഞാൽ ഉപ്പ തട്ടൂലല്ലോ, അതുകൊണ്ട് നിങ്ങളൊന്ന് പറയണം. നിങ്ങൾ ഹബീബായ തങ്ങളോട് ഈ പാപിയായ മനുഷ്യന് വേണ്ടി ഒന്ന് പറയണം. സ്വർഗത്തിൽ എവിടെയെങ്കിലും ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടി, എവിടെയെങ്കിലും അല്ല, ഹബീബുള്ള ആ സ്ഥലത്ത് എവിടെയെങ്കിലും സ്ഥാനം കിട്ടാൻ വേണ്ടി നിങ്ങളൊന്ന് ഉപ്പാനോട് പറയണമെന്ന് ബഹുമാനപ്പെട്ട അവിടുത്തെ പ്രിയപ്പെട്ട മകളായ ഫാത്തിമ ഉമ്മയോട് നമുക്ക് പറയാൻ സാധിച്ചാൽ വല്ലാത്ത രക്ഷയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഹിജാബ് ധരിക്കാത്തവരുണ്ടെങ്കിൽ ഈ ദിവസം അതിന് തീരുമാനമെടുക്കാൻ പറ്റിയ ദിവസമാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടുത്തെ ആവൃത്ത് വല്ലാതെ സൂക്ഷിച്ച ഒരു മഹതിയാണ്. അവർ പോകുന്ന സ്വർഗത്തിൽ പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇത്രയും കാലമായിട്ട് സ്വലാത്ത് ചൊല്ലി ബുർദ ചൊല്ലി ഹബീബിലേക്ക് അടുക്കാൻ, അള്ളാഹുവിലേക്ക് അടുക്കാൻ ആഗ്രഹിച്ചിട്ട് ഇത്രയും കാലമായിട്ടും മുഖം മറച്ച് പുറത്തേക്ക് പോകാൻ ഭാഗ്യം കിട്ടാത്ത സഹോദരിമാർ നമ്മുടെ ഗ്രൂപ്പിലുണ്ടെങ്കിൽ, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളുടെ ഭാര്യമാർ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉമ്മമാർ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ, വളരെ സ്നേഹത്തോടെ തീരുമാനമെടുക്കാൻ പറ്റിയ ഒരു ദിവസമാണ് ഇന്ന്. ബീവി ഫാത്തിമ ഉമ്മ നമ്മളോട് വിട പറഞ്ഞ ഈ ദിവസം അവരുടെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി തീരുമാനമെടുക്കുക. കൽബിൽ കരുതുക, ഫാത്തിമ ഉമ്മ, നിങ്ങളുടെ പൊരുത്തം കിട്ടി, നിങ്ങളുടെ കൂടെ ഒരു സെർവൻ്റായിട്ട് സ്വർഗത്തിൽ ഒരു ചാൻസ് കിട്ടാൻ വേണ്ടി ഞാനിതാ ഇന്നു മുതൽ എൻ്റെ മുഖം മറക്കാതെ ഒരിക്കലും ഞാൻ മഹറമായ ആളുകളല്ലാത്ത സ്ഥലത്തേക്ക് ഞാൻ പോകൂല, ഒരു അന്യപുരുഷരെ ഞാൻ കാണൂല, കല്യാണത്തിനാണെങ്കിലും സൽക്കാരത്തിനാണെങ്കിലും ഹിജാബ് ധരിച്ചേ ഞാൻ പോകൂ. ആ തീരുമാനമെടുക്കാൻ പറ്റി. അതിനാര് കളിയാക്കിയാലും കളിയാക്കുന്നവരുണ്ടാകും, ഹിജാബ് ധരിക്കുന്നവരെ കളിയാക്കുന്നവർ ധാരാളം ഉണ്ടാകും. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. എൻ്റെ നേതാവ് ബീവി ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ അവരാണിത് പഠിപ്പിച്ചു തന്നത്. ആ രീതിയിൽ തീരുമാനമെടുക്കുക. എൻ്റെ പ്രിയമുള്ളവരെ, വിശുദ്ധമായ റമളാനാണ്, ഉമ്മയുടെ വഫാത്തിൻ്റെ ദിവസമാണ് ഇന്ന് ആ തീരുമാനമെടുക്കുക, തീരുമാനമെടുപ്പിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തീരുമാനമെടുക്കാത്ത ഭാര്യമാരും ഉമ്മമാരും ഒക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആ ഉമ്മയുടെ പൊരുത്തം നമുക്ക് അള്ളാഹു നൽകുമാറാവട്ടെ. ഇന്ന് തന്നെ ആർക്കെങ്കിലും അവരെ കാണാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ. അവരുടെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളാണെന്ന് പറഞ്ഞാൽ അത്രയും വലിയ ഭാഗ്യം പിന്നെ എന്താണ്? ആ ഉമ്മ ഒന്ന് അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ രക്ഷപ്പെടുമല്ലോ. പിന്നെ എന്തിനാണ് നമ്മൾ വിഷമിക്കുന്നത്? ഒരു വിഷമം നമുക്കില്ല. അള്ളാഹു തആല ഉമ്മാൻ്റെ അനുഗ്രഹം നമുക്ക് നൽകുമാറാവട്ടെ. അവിടുത്തെ പേരിൽ അവിടുത്തെ സ്വലാത്തുണ്ട്, സ്വലാത്ത് ഫാത്തിമിയ എന്ന പേരിലൊക്കെ പണ്ഡിതന്മാർ പറയുന്നു. അല്ലാഹുമ്മ സ്വല്ലി അല നൂരി വഅഹ്ലിഹി. ആ സ്വലാത്ത് കുറച്ചെങ്കിലും അവിടത്തോടുള്ള ഒരു സ്നേഹം പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ചൊല്ലുക. വെള്ളിയാഴ്ച രാവിൽ 10,000 തവണ ആ സ്വലാത്ത് ചൊല്ലിയാൽ കൂടുതൽ വൈകാതെ ഫാത്തിമ ബീവിയെയോ അല്ലെങ്കിൽ ഖദീജ ഉമ്മയെയോ അല്ലെങ്കിൽ ഹബീബായ തങ്ങളെയോ ഒക്കെ കാണാൻ സാധ്യതയുണ്ടെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 10,000 തവണ ആ സ്വലാത്ത് ചൊല്ലാൻ 3.5-4 മണിക്കൂർ മതിയാകും. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വഅഹ്ലിഹി. അറിയാത്തവരുണ്ടെങ്കിൽ ആർക്കൊണ്ടെങ്കിലും എഴുതിപ്പിച്ച് അത് ചൊല്ലി പഠിച്ചാൽ എന്തൊരു സന്തോഷമാണ്. അല്ലാഹു തആല അവരെ കാണാനും അവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മ ഖദീജ റളിയല്ലാഹു അൻഹയെ കാണാനും
അതുപോലെ തന്നെ ഹബീബായ തങ്ങളെ കാണാനും ആയിഷ ഉമ്മയെ കാണാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതുപോലെ അവിടുത്തെ പ്രിയപ്പെട്ട പ്രിയതമർ ബഹുമാനപ്പെട്ട അലി തങ്ങൾ, അലിയാർ തങ്ങൾ റളിയല്ലാഹു അൻഹ, അതുപോലെ തന്നെ അവിടുത്തെ പൂമക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും, ആ മക്കളെയൊക്കെ നമുക്ക് കാണണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് എല്ലാവരും 3 യാസീൻ മഹദിയുടെ പേരിൽ ചുരുങ്ങിയത് ഇന്ന് ഓതുക. നമ്മൾ 3 ഖത്തം എല്ലാവരോടും ഓതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആ 3 ഖത്തം ഇൻഷാ അല്ലാഹ് ഈ മാസം ഫാത്തിമ ഉമ്മയുടെ ആണ്ടുണ്ട് ഇന്ന്, അതുപോലെ തന്നെ ഖദീജ ഉമ്മയുടെ ആണ്ട് ഈ മാസം തന്നെ ഉണ്ട്. ഇവർക്ക് എല്ലാവരുടെയും പേരിൽ ഇൻഷാ അല്ലാഹ് അതേപോലെ തന്നെ അതോടൊപ്പം നമ്മുടെ കുടുംബത്തിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പ ഉമ്മ ഭർത്താവ് ഭാര്യ അടക്കമുള്ള പലരും വിട പറഞ്ഞു പോയവരുണ്ടാകും. അവരുടെയൊക്കെ പേരിൽ മൊത്തത്തിൽ ഈ മാസം അവസാനം ഇൻഷാ അല്ലാഹ് റമദാൻ അവസാനത്തെ മജ്ലിസിൽ മഹബയിൽ സമർപ്പിച്ച് നമുക്ക് ദ്വാരക്കണം. ഇന്ന് സ്പെഷ്യലായിട്ട് ഞാൻ പറഞ്ഞതാണ് 3 യാസീൻ എല്ലാവരും ഓതുക. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ, അവിടുത്തെ പൊരുത്തം നൽകുമാറാവട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അടുക്കാൻ ഇതൊരു കാരണമാവട്ടെ. ഹിജാബ് ഇതുവരെ ധരിക്കാത്തവർ അൽഹംദുലില്ലാഹ് ഇന്നു മുതൽ തീരുമാനമെടുക്കുകയാണ്. കളിയാക്കുന്നവർ കളിയാക്കും, പക്ഷേ പ്രശ്നമല്ല. എനിക്ക് ഫാത്തിമ ഉമ്മ എന്ത് വിചാരിക്കും എന്നുള്ളതാണ് എൻ്റെ കൺസേൺ, അല്ലാതെ മറ്റുള്ളവർ കളിയാക്കുന്നത് എൻ്റെ പ്രശ്നമല്ല. എൻ്റെ പ്രിയമുള്ളവർ, ഈമാനാണ് വേണ്ടത്. സാറേ ഇത്രയും കാലം ധരിച്ചിട്ടല്ല, ഇനി ധരിക്കണോ? ഇനിയാണ് ധരിക്കേണ്ടത്. ബുദ്ധി വെച്ച് കഴിഞ്ഞാൽ ഉടനെ തീരുമാനമെടുക്കലാണ്. ആരും മാറി നിൽക്കരുത്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എല്ലാവരും ദ്വാരക്കണം എന്നുള്ള വസിയത്തോടു കൂടെ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.